ബൈസൺ വാലി ഹൈസ്കൂളിൽ ശക്തമായ കാറ്റിൽ സീലിംഗ് തകർന്നു വീണു. കുട്ടികളില്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ടു മുൻപായിരുന്നു അപകടം. നിർമ്മാണത്തിലെ വീഴ്ച ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. രാഹുൽ സുരേഷിന്റെ വിവരങ്ങൾ നൽകാൻ. രാഹുൽ, ആശ്വാസകരമായ കാര്യം ആ സമയത്ത് ആരും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും ഇങ്ങനെ ഒരു അപകടം അതെങ്ങനെ സംഭവിച്ചു? ഒരു വീഴ്ച അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ ഈ നിർമ്മാണത്തിലെ. ശ്രുതി, ക്ലാസുകൾ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ അപകടം നടന്നത്. വിദ്യാർത്ഥികൾ ക്ലാസ് റൂമുകളിൽ ഇല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇടുക്കിയുടെ മലയോര മേഖലകളിൽ രാവിലെ മുതൽ അതിശക്തമായ കാറ്റാണ് വീശുന്നത്. അതിനിടയിലായിരുന്നു ബൈസൺ വാലി ഹൈസ്കൂളിന്റെ 4ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂമിലെ സീലിംഗ് തകർന്നു വീഴുന്നത്. നമ്മൾ ഹെഡ് മാസ്റ്ററുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നതനുസരിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഈ സീലിംഗ് നിർമ്മാണ പ്രവർത്തികൾ ഉൾപ്പെടെ നടത്തിയത്. പക്ഷേ കഴിഞ്ഞ മഴ ഉണ്ടായ സമയത്തൊക്കെ ഇത് ചോരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആളുകൾക്ക് ഫണ്ട് മാറ്റി നൽകുകയും ചെയ്തിട്ടില്ല. പരാതി നേരത്തെ തന്നെ നൽകിയിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഈ നിർമ്മാണത്തിലെ അപാകത സ്കൂൾ അധികൃതർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കാത്തതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പറയുന്നത്. ഈ വിഷയത്തിൽ പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും ഉൾപ്പെടെ പരാതി നൽകുകയും ചെയ്തതാണ്. യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായില്ല. അതിനിടയിലാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാവുകയും ചെയ്തത്. ശ്രുതി സൂചിപ്പിച്ച പോലെ തന്നെ വിദ്യാർത്ഥികൾ ഇല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവാകുകയും ചെയ്തു. ശ്രുതി, ബൈസൺ വാലിയിലെ സ്കൂളിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. ആ സമയത്ത് കുട്ടികൾ ആരും ഉണ്ടായിരുന്നില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.